Back to our YouTube channel. It's me Kyun. So like, share, comment and subscribe. അപ്പോൾ നമ്മുടെ ഈ ഇയറിലെ ഏറ്റവും ഫസ്റ്റത്തെ വീഡിയോയുടെ ഇതാണ്. ഇന്ന് തന്നെ രാവിലെ ഒരു 4 മണി ആയപ്പോൾ തന്നെ ചേച്ചി പോയിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ ഡ്രസ്സൊന്നും മാറാതെ നേരെ വന്നിട്ട് കട്ടിലിൽ കയറി കിടക്കുകയാണ് ചെയ്തത്. എൽമ പോയത് അപ്പം തന്നെ ഞാൻ നേരെ പോയിട്ട് കിടന്നു. അപ്പോൾ ചേച്ചി ബാക്ക് പാക്കിങ് നമുക്ക് നേരത്തെ ചെയ്ത് എപ്പോഴും ചെയ്തിട്ട് ഐഡിയ ഇല്ല, വലിയ കാര്യം കേട്ടോ. നമുക്ക് ഇന്ന് രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്നലെ രാത്രി ആയിരിക്കും, ഓർമ്മയില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇപ്പോൾ കുറേ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്ന സമയമാണ്. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി പോവുകയാണ്. പപ്പ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോ വിളിച്ചിട്ട് പോകും, എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നടന്നു വരും. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോ വിളിച്ചിട്ട് വരും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ നടന്നു വരും. അങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷവും കണ്ടതാണ്, ഇപ്പോൾ ഈ വർഷവും കണ്ടു. ഓക്കെ, ഐ മീൻ 31 ഇന്നൊന്നും. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ബട്ട് മമ്മി പക്ഷേ റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഓട്ടോ വിളിക്കും. അതാണ് എൻ്റെ ഒപ്പീനിയൻ. ബട്ട് മമ്മി പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ വിളിക്കാമെന്നാണ്. നടക്കുന്നതല്ലേ നല്ലത്. അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോ വിളിക്കാതെ പോകാം, ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോ വിളിച്ചുകൊണ്ട് വരാം. അന്നേരം കയ്യിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഐസ്ക്രീം എങ്ങാനും കുറച്ച് ടൈം എടുക്കും, 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ സംതിങ് കൊണ്ട് വിടുന്നു അങ്ങോട്ട് പള്ളിയിലേക്ക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഐസ്ക്രീം അടച്ചു വിടും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോ വിളിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോ വിളിക്കാതെ പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ്. ഗൈസ് നോട്ടിഫിക്കേഷൻ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയായാലും എൻ്റെ ഒരു ബബിൾക്കും ഉണ്ടായിരുന്നു, അങ്ങനെ ഇപ്പോൾ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മി കുളിക്കാൻ പോയതേ ഉള്ളൂ, അത് വേറൊരു കാര്യം. ചേച്ചി പോയതല്ലേ, അപ്പം മൊത്തത്തിൽ അതിൻ്റെ ക്ലീനിങ് അടുക്കിപ്പറക്കിലും തിരക്കായിരുന്നു. അതുകൊണ്ടാണ് മമ്മി ഇത്ര ലേറ്റ് ആവുന്നത്. ഞാൻ ആ സമയത്ത് കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഇതന്നെ ഇതിങ്ങനെ ഐ ഹേറ്റ് ഇറ്റ്. കവറിനോട് എന്താണ് ഇങ്ങനെ. പക്ഷേ ഈ ബാഹ് ഇങ്ങനെ ഉണ്ടോ, ഇത് കിടക്കണതാണ് നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒടുവിൽ ഞാനും മമ്മിയും ഇങ്ങനെ പറഞ്ഞ് ആ ഒരു തീരുമാനിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോ വിളിക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോ വിളിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കേസ് വിളിച്ച ഓട്ടോ വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിൽ പോയി. അങ്ങനെ പള്ളിയിലെ കുർബാനയും എല്ലാം പ്രതീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നേർച്ചയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് അതേ ഓട്ടേ തന്നെ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചായിരുന്നു, പലഹാരം ഒന്നും മേടിച്ചില്ല. പലഹാരം പിന്നെ ഇന്നലെ ആണെങ്കിൽ തലേ ദിവസം തന്നെ കുറേ പലഹാരം മേടിച്ചായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു വേണ്ടത്, പിന്നെ ഐസ്ക്രീം മാത്രമായിട്ട് മേടിച്ചുള്ളൂ. അങ്ങനെ കുറേ നാളത്തെ അലച്ചിലും ഓട്ടപ്പാച്ചിലൊക്കെ ഈ വെക്കേഷൻ എൻ്റെതായത്, ക്രിസ്മസ്, കല്യാണം, അത് ഇത് പിന്നെ പെരുന്നാൾ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളത്തെ അലച്ച് പാച്ചിലുകൾക്ക് എന്തൊക്കെയോ ശേഷം വീണ്ടും ഫ്രീ ആയിരിക്കുകയാണ്. അയ്യോ, ഫ്രീ ആയിട്ടില്ല. ജനുവരിയിൽ ഇനി പെറാമ്പള്ളി പെരുന്നാളുണ്ട്. അപ്പോൾ ഒന്നും ഫ്രീ ആയിട്ടില്ല, ഒട്ടും ഫ്രീ ആയിട്ടില്ല. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എക്സാം. അപ്പോൾ ഗെയ്സ് എൻ്റെ വ്ളോഗല്ല, ഈ ഒരു ചാനലിൽ ഇനി പെറാമ്പള്ളി പെരുന്നാൾ കഴിഞ്ഞ് ഇനി വ്ളോഗ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ ജാനുവരിയിലിടുന്ന വ്ളോഗായിരിക്കണം ഞാൻ ജൂണിലോ വല്ലതും ഇപ്പോൾ ഇടുന്നത്, അത് വേറൊരു കാര്യം. പക്ഷേ ഈ വ്ളോഗും പിന്നെ നമ്മുടെ പെരുന്നാളിൻ്റെയൊക്കെ ഞാൻ മാക്സിമം ശ്രദ്ധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്കിള് ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്കിളല്ല, നുന്നു കൊണ്ടുവന്നതാണ്. നുന്നു അതും കൊണ്ടുവന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. സോ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ബൈ.